This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. The book launch of Missing Migrants and Access to Justice, a book based on the Pravasalokam TV show. As we all know, over the last 25 years, Pravasalokam program on Kairali channel has transformed perceptions of migrant workers in the Gulf. It started as a way to trace missing Keralites, but grew into a strong advocate for migrant rights. It has played a pivotal role to educate workers on their rights while building a global network to help those in need. Today, Pravasalokam serves a vital source of support and unity for migrant workers worldwide. Kairali TVയുടെ പ്രവാസലോകം പരിപാടി 25 വർഷം പിന്നിടുമ്പോൾ പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു TV ഷോ ഇതിനപ്പുറം ഉണ്ടോ എന്ന് സംശയമാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരായ നിരാലംബരായ ഒട്ടനവധി മനുഷ്യർക്ക് കൈത്താങ്ങായി കഴിഞ്ഞ 25 വർഷമായി മുന്നോട്ട് പോകുന്ന പ്രവാസലോകം എന്നുള്ള പരിപാടി, അതിന്റെ ഭാഗവാക്കായി ഈ ഒരു പരിപാടിയുടെ ഭാഗവാക്കായി ഇവിടെ നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഒരു പ്രവാസി എന്നുള്ള നിലയിൽ. പ്രത്യേകിച്ചും തുടക്കത്തിൽ ഒരുപക്ഷെ ലാൻഡ് ലൈനിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് പ്രവാസലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് കൂട്ടായി കൈത്താങ്ങായി അവരെ ചേർത്ത് നിർത്താൻ തുടങ്ങിയ ഒരു പരിപാടി പിന്നീട് അതിന്റെ തലങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഏത് വിധത്തിലും മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാണാതായ പ്രവാസികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പരിപാടി പ്രവർത്തിച്ചിരുന്നതെങ്കിൽ പിന്നീട് എല്ലാ മൈഗ്രൻസിനെയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണവും മറ്റ് വിസ തട്ടിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് എല്ലാവിധ സഹായവും നൽകുന്ന അത്തരത്തിൽ പ്രവാസലോകത്ത് അകപ്പെടുന്ന പ്രവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എല്ലാം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു TV ചാനൽ ഒരു ഷോ നടത്തുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു പ്രവാസലോകം എന്ന പരിപാടിയുടെ പ്രസക്തി. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു പുസ്തകം ഈ പ്രവാസലോകത്തെ ആസ്പദമാക്കി CS അഖിലും അനസുദ്ദീൻ അസീസും ചേർന്ന് രചിച്ചിട്ടുള്ള ഒരു പുസ്തകം ഇന്നിവിടെ പുറത്തിറങ്ങുമ്പോൾ അത് ഒട്ടനവധി പേർക്ക് മുന്നോട്ടുള്ള പ്രവാസികളുടെ ഒരു നമ്മുടെ സർക്കാരിന് തന്നെ ഒരു നയരൂപീകരണത്തിന് പോലും സഹായകരമാകുന്ന വിധത്തിലേക്ക് ഈ ഒരു പരിപാടി മാറിയിരിക്കുന്നു, ഈ ഒരു പുസ്തകം മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കിവിടെ എത്തിച്ചേരാനുള്ളത് ഈ ഒരു ബുക്ക് റിലീസുമായി ബന്ധപ്പെട്ട് ഓണറബിൾ കൗൺസിൽ ശ്രീ പവിത്ര കുമാർ മജുംദറാണ്. അദ്ദേഹം പുറത്തെത്തിയിട്ടുണ്ട്. ചില പാർക്കിങ്ങിന്റെ ഒരു താമസം മൂലം അദ്ദേഹം എത്താൻ വൈകുന്നതാണ്. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I would like to invite our chief guest, Advocate Abdul Karim Muhammad bin Eid, founder and CEO bin Eid Advocates Group. Rafiq Router, Kairali TV പ്രവാസലോകം ഡയറക്ടർ. ശ്രീ CS അഖിൽ. ഈ പുസ്തകം അനസുദ്ദീൻ അസീസും അഖിലും ചേർന്നാണ് രചിച്ചിരിക്കുന്നത്. പുസ്തകത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അതിന്റെ എഴുത്തുകാരനെ തന്നെയാണ് സാധിക്കുക. CS അഖിലിനെ ക്ഷണിക്കുന്നു. ഞാൻ 2015 റഫീഖിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ MPhil കഴിഞ്ഞ് എൻ്റെ റിസർച്ച് ഏരിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി ഒക്കെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്രം 2015 ഓൺവേർഡ്സ് ഞാൻ കൂടുതലും മൈഗ്രേഷനെ പറ്റി വായിക്കുകയും കുറച്ച് പ്രോജക്റ്റുകളൊക്കെ ചെയ്തപ്പോഴാണ് മൈഗ്രേഷനെ പറ്റി മനസ്സിലാക്കുകയും റഫീഖിനെ പരിചയപ്പെടുകയും ചെയ്തത്. സിൻസ് ദെൻ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. പിന്നെ 2018 ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് പുറത്തായിരുന്നപ്പോൾ റഫീഖിൻ്റെ ഒരു കോൾ വന്നു. ഞാൻ ഈ പ്രോഗ്രാം ഒരു ലാസ്റ്റ് 20 years ആയിട്ട് ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു ഡോക്യുമെന്റ് ദ എൻ്റയർ പ്രോഗ്രാം ആൻഡ് ട്രാൻസ്ഫോം ദാറ്റ് ഇൻടു എ ബുക്ക്. പക്ഷെ ഞാൻ ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. So I thought, I started thinking about academic book. Academic bookന്റെ പ്രശ്നം നിങ്ങൾക്കെല്ലാം അറിയാം. അത് കൂടുതലും വളരെ ഒരു ക്ലോസ് സർക്കിളിൽ മാത്രം വായിക്കപ്പെടുകയും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ പ്രവാസലോകത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴും അവർ ചെയ്യുന്ന വർക്ക് മനസ്സിലാക്കിയപ്പോഴും എനിക്കതൊരു അക്കാദമിക് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒട്ടും തോന്നിയില്ല.
സോ honorable council is here. ബുക്ക് ബേസിക്കലി ഒരു നമ്മളൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ്. ഇതിനൊരു ബുക്ക് എന്ന് വിളിക്കാമെന്ന് പറയാൻ അറിയില്ല, കാരണം ഇത് അക്കാദമിക് ബുക്ക് ആണോ അല്ല, ഒരു സ്റ്റോറി ആണോ അല്ല, ഒരു സെമി അക്കാദമിക് വർക്ക് ആണോ അല്ല, ഇതൊരു സ്റ്റിൽ ആൻ ഇവോൾവിംഗ് വർക്ക്. കാരണം ഞാൻ റഫീഖിനോട് എപ്പോഴും അത് പറയും, ഇതൊരു summary, still a summary of the activities that I've been doing for the last 25 years. നമ്മൾ ഓരോ സ്റ്റോറിയും ഓരോ ബുക്കാക്കാൻ പറ്റും. അതുപോലെ എഫേർട്ട് ഓഫ് ഈച്ച് വോളണ്ടിയർ ക്യാൻ ബി അത്ര വാസ്റ്റ് ആണ് പ്രവാസികളുടെ എഫേർട്ട്. ബുക്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി ഇവല്യൂഷൻ ഓഫ് പ്രവാസി ലോകം ആൻഡ് ഹൗ ദാറ്റ് TV program, a mere TV program transformed into an institution that started supporting the distressed migrant over the last 25 years. പിന്നെ നമ്മൾ the main thing, the missing migrants, it's a big vast data. ആ ഒരു വാസ്റ്റ് ഡേറ്റ നമ്മൾ മനസ്സിലാക്കി, അത് it's actually no one else has such a huge data of distressed migrants who are missed across the GCC and other countries. അപ്പോൾ അത് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തു. വളരെ ബേസിക്, വളരെ ജനകീയമായി എല്ലാവർക്കും വായിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം എങ്ങനെയാണ് പ്രവാസ ലോകം ഒരു സിവിൽ സൊസൈറ്റി ഫോമിലേക്ക് മാറിയത്, സെന്റർ ഫോർ ഇന്ത്യൻ മൈഗ്രന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയത്, ആൻഡ് ഹൗ ദേ സ്റ്റാർട്ടഡ് എൻഗേജിംഗ് വിത്ത് ഗവൺമെന്റ്സ്, UN ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആൻഡ് ഹൗ ദേ പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ഫ്രെയിമിംഗ് ദ ഗ്ലോബൽ കോംബാറ്റ് ഫോർ മൈഗ്രേഷൻ. സോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബുക്ക് എൻ്റെ സ്ട്രക്ചർ ചെയ്തിരുന്നത്. ഫൈനലി എൻഡ് അപ്പ് വിത്ത് എക്സ്പ്ലെയിനിങ് അബൌട്ട് സം പോളിസി സജഷൻസ്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഫ്യൂച്ചർ മൈഗ്രൻസിനും സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസിനും GCC ഉള്ള സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസിനും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും മനസ്സിലാക്കി എന്തായിരുന്നു, എങ്ങനെയാണ് പ്രവാസ ലോകത്ത് സപ്പോർട്ടുകൾ ഓഫർ ചെയ്യുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വർക്ക് ചെയ്തത്, അതൊക്കെ ഭാവിയിലേക്കുള്ള ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റിൽ an evolving book. We are still trying to rework on it, and hopefully the work will continue, and let's see what will happen. Yeah, thank you. അടുത്തത് പുസ്തക പ്രകാശനമാണ്. Requesting Honorable Consul Sri Pavitra Kumar Majumdar to do the honors. ബുക്ക് പ്രകാശനം ചെയ്യുന്നത് Honorable Consul Sri Pavitra Kumar Majumdar. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി മാസ് ഫൗണ്ടർ ശ്രീ അബ്ദുൽ ഹമീദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Missing Migrants and Access to Justice എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഓണറബിൾ കോൺസൽ ശ്രീ പവിത്ര കുമാർ മജൂംദർ ശ്രീ അബ്ദുൽ ഹമീദിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചിരിക്കുകയാണ്. Good evening, good afternoon, gentlemen. Just I wanted to, you are the only one author or co-authors? It is actually a great privilege and honor for me to be here on behalf of my Consulate General of India, Dubai, to celebrate this evening and to celebrate the achievement of Mr. C.K. Akhil. And I understand that Anasuddin, Mr. Aziz, he could not come. We are here to celebrate their literary achievement here. It's a great pleasure for me. After I got the invitation, actually one Mr. Praveen, who is one of the passionate social worker, he just called me and asked me if I can be here to present for this occasion. I gladly accepted. Then I called one of my Malayali friends in Maldives. Have you ever heard this? Have you ever watched actually this Provaso Kolam, this program? He told me, yeah. When he was in India, their family, whole family, they used to watch together. That reminded me like this Ramayana and Mahabharata serial in 90s. With family, we watched together. I think
Where is Mr. This is Rafiq. Who is here? He is here. Mr. Rafiq. Have you heard what I was telling? Yeah, you watched the program. Now I didn't watch. I asked one of my Malayali friends in Madrid whether they have ever watched. They told that their whole family used to watch this program. And that reminded me that the whole family Ramayana and Mahabharata serial in 90s we used to watch. So you feeling like this. So your reach through this program it was like this. I think my anchor, presenter, Didi Muhammad is more much familiar to these people because he is interacting with the family members of the victims. Yeah. No, you're not only the victims, this is the whole Kerala, I think. They used to watch. So that was the reach. And yesterday, after I received this invitation, I just Googled and something and YouTube I tried. So language is the barrier for me, but feelings of this family members that I felt. What is for that? And thank you, Mr. Akhil. You have transformed this visual into a print in the form of this book, The Missing Migrants and Access to Justice. Thank you once again. And on behalf of Consulate, I can just assure you that we are for you always. We are working for you always. And we ensure that every Indian citizens or migrants, if there is any litigation, they get fair trial as per the law of the local land. That is very important, as per the law of the local land. That we ensure on behalf of the Consulate. And you know that book or any literary creation that has a great power that can motivate, inspire and transform us. I think I look forward that this book will also resonate with the readers. Kodi Nandi. Thank you very much. കൈമിറ്റിയുടെ പ്രവാസ ലോകം ഡയറക്ടർ ശ്രീ റഫീഖ് റാവുത്തരെയും അതുപോലെ മിസ്സിംഗ് മൈഗ്രൻസ് ആൻഡ് ആക്സസ് ടു ജസ്റ്റിസിന്റെ ഓഥർ ശ്രീ CS അഖിലിനെയും ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. I request our chief guest advocate Abdul Karim Ahmad bin Eid to hand over the memento and Ponnada to Rafiq Rawutter. And also the Ponnada. Yeah. Ponnada. അഖിലിന് പൊന്നാട അണിയിക്കുകയാണ്. Thank you, and I request Mr. Abdul Karim to deliver a few words. السلام عليكم. بسم الله والصلاة والسلام على سيدنا محمد. You see something different, huh? Yes. Different people here. No. He's come from the Indian consulate, also consulate. Welcome, sir. To the migrants, Indian pupils missing. So Rawutter, Rafiq Rawutter always come contact me. As I'm a lawyer, I am advocate Abdul Karim bin Eid. I have lawyer office Dubai, Sharjah, and Abu Dhabi. Coming always and ask me help to humanity. So I am doing for Insaniyat, Manishatyam. So we are doing something for that. Those people coming from Kerala, especially I speak about the Kerala, is a very place available. I was meeting in Bangladesh, I visit also in Bengal, I visit to Hyderabad. Because the people need help from somebody can help them, you must help them. किसी को मदद कर सकते हैं, उसके लिए मदद करना ही चाहिए, वो ये जिंदगी. इसमें कोई कलर, deen, religious, madam, nothing. So we are all, everybody here, mashallah, India, especially Kerala, as a Pundottam. Every province, you can see the Pundotta tea. So
what happened? Rafiq out there and Kunyahmed, I met him in Trivandrum with Sheikh Sultan went to visit Kerala. I was with them. He's a very nice man. He's mashallah presenting Pravasa Logam Kerala TV. So me, myself and my way, I get from Indian associations also help with them. Lawyer Manu, lawyer advocate Aji Kurikos. Everybody, we got the person missing. Where is more than 20 years? Mother calling not get. And we have got it, sir. So what will happen? It is the job we must learn. Everybody who are sitting here, we must help. Let embassy helping, Indian association helping, our government, Sharjah government helping, UAE government helping, and GCC all Saudi, Qatar, Masjid. When place are going and taking help from them, please help them everybody for insaniyat, manshatyam, community. Thank you very much. Assalamu alaikum wa rahmatullah. താങ്ക് യു സോ മച്ച് സർ. ഇനി റഫീഖ് റാവുത്തരെ ക്ഷണിക്കുകയാണ്. എന്തായാലും സന്തോഷം. പ്രോഗ്രാം 25ാമത്തെ വർഷവും ഇപ്പോഴും തുടരുകയാണ്. അമീർക്ക പോലെയുള്ള ആയിരക്കണക്കിന് പേരാണ്, ഗോപേട്ടനെ പോലെയുള്ള ആയിരക്കണക്കിന് പേരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് സപ്പോർട്ടിങ് മീ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ മാജിക്. പീപ്പിൾ ഹു ആർ വാച്ചിങ് ദ TV show are the rescue. They are conducting the rescue operation. So it's a kind of interactive and social activism. Everything is within a single TV program which can last 25 years. That's the quarter of my life already. എൻ്റെ കൂടെ പോയി. ഇനി ആണ് വേറെ എന്തെങ്കിലും മാനസികത സാധനം. കാരണം ടി വിയിൽ കൂടെ കാണിച്ച അതേ ഇഷ്യൂസ് എപ്പോഴും അതേ ഇഷ്യൂസ് 2000-ൽ കാണാതായ ആ മനുഷ്യനുണ്ടായ അതേ ഇഷ്യൂസ് ഇപ്പോഴും 24 വർഷമായിട്ട് വീണ്ടും തുടരുമെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് ഞാൻ തന്നെ തിരിച്ച് ചിന്തിക്കുന്നതാണ്. അത്രയും അവയർനെസ് ഇപ്പോഴും ഒരു സ്ഥലത്തും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതേ രീതിയിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതേ രീതിയിലുള്ള റിസർച്ചിങ്, അതേ രീതിയിൽ എല്ലാം പെർപെച്വറേറ്റേഴ്സ് എല്ലാം നമ്മുടെ നാട്ടിലുള്ളവരല്ല, ഇവിടെയല്ല, ഹോസ്റ്റ് കൺട്രിയിലല്ല, സെൻഡിങ് കൺട്രിയിലാണ് ആക്ച്വലി എല്ലാ ഇഷ്യൂസും നടക്കുന്നത്. അത്രയും മോശം പോളിസീസ് ഉള്ള ഗവൺമെന്റുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും പ്രൊട്ടക്ഷനെ കുറിച്ച് ചിന്തയില്ലാത്ത കാലത്ത് അവയർനെസ് മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാര്യം. അതേസമയം സിനിമയ്ക്ക് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു ഇതുണ്ട്. ആ സിനിമ, അത്തരം സിനിമകൾ വരുമ്പോഴും കുറച്ചും കൂടി റീച്ചും കുറച്ചും കൂടി ഇതും ഊർജവും കിട്ടും അത് കാണുന്നവർക്കെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാനും ചെറിയ രീതിയിൽ എൻ്റെ തട്ടകം മാറ്റാനുള്ള ശ്രമത്തിലാണ്. നന്ദി. ഈ ചെറിയൊരു ഫംഗ്ഷന് വേണ്ടി വന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതിലും വലിയൊരു ഫംഗ്ഷൻ മിക്കവാറും ഇൻഷാല്ലാഹ് യുഎഇയിലോ GCCയിലോ എവിടെയെങ്കിലും വെച്ചിട്ട് പ്രവാസ ലോകത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. ഇൻഷാല്ലാഹ് നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് ഒന്നുകൂടി വിശദമായിട്ട് കാണാം. താങ്ക് യു. ശ്രീ KL ഗോപി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പുസ്തകം നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ പുസ്തകം എന്നുള്ളതാണ്. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ ഓരോ പ്രദേശത്തുമുള്ള ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രവാസികളും, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെല്ലാവരും തന്നെ വായിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. ഈ പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്. ഈ പുസ്തകം ഇത്തരത്തിൽ പ്രകാശനം ചെയ്യുന്നതിനും ഈ ചടങ്ങ് തന്നെ തിരഞ്ഞെടുത്തതിനും ഇതിൻ്റെ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത് എന്ന് നമുക്ക് പറയാം. താങ്ക് യു വെരി മച്ച്. ഈ ഒരു പരിപാടി ഇവിടെ ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഒട്ടനവധി പേർക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും, അതുപോലെ തന്നെ ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, AAK മുസ്തഫ, സുജിത രാകേഷ്, ശ്രീ OV മുസ്തഫ, പ്രവീൺ കുമാർ, അനിൽ അമ്പാട്, KL ഗോപി, ഫൈസ് ബുഹാരി, ഇക്ബാൽ അസീസ്, and all volunteers and well-wishers of Pravasa Logam, and also Honorable Council Sri Pavitra Kumar Majumdar and Sri Abdul Karim. Thank you so much for all your presence, and I request all the dignitaries to stay for a photo session here.